ഇന്നത്തെ എൻ്റെ വീഡിയോ ഇല്ലേ, ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കായിരിക്കും. ബോറടിച്ചെങ്കിൽ സ്കിപ്പാക്കിക്കോട്ടാ. എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് എന്തെന്നറിയോ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള യാത്ര ഏതെന്ന് അറിയാം നിങ്ങൾക്ക്. അതായത് ട്രെയിനിൽ പോകുന്നതോ, എസ്പെഷ്യലി നമ്മൾ കേരളത്തിലേ കൂടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ തൃശ്ശൂരിന് വന്ദേ ഭാരതത്തിലാണ് തിരിച്ച് കാസർഗോഡേക്ക് വരുന്നത്. ഈ സീന് മക്കളെ എന്തോരം എനിക്ക് പറയണ്ടേന്നറിയില്ല, അത്രയും പാങ്ങനല്ലേ. എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രെയിനിൽ പോയിട്ടുണ്ടാവും. ആ ട്രെയിൻ എന്ന് പറയുന്നില്ലേ, ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു ഇങ്ങനെ എന്താ പറയുക, റിലാക്സ് ആവുന്ന സംഭവം എന്തെല്ലോ ആണ് കേട്ടോ. എനിക്ക് യാത്ര പൊതുവേ ഇഷ്ടമാണ്. അപ്പോൾ ഇല്ലേ, നമുക്ക് ഫുള്ളിങ്ങനെ മറന്ന് ആസ്വദിക്കാൻ പറ്റുന്നൊരു സമയം കൂടിയാണ് ട്രെയിനിലാണ് ഞാൻ വിചാരിക്കല്. അപ്പോൾ ഞാൻ കഴിയുന്നത് കുറേ എടുത്തിട്ട് കുറേ കട്ടാക്കിയിട്ട് നിങ്ങൾക്കൊന്നും ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നൊരു കാര്യമുണ്ട്, എല്ലാവരും ചോദിക്കലുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഊത് ഭയങ്കര ബിസിയാണ്. അവന് കുറച്ച് കാറെല്ലാം കൊടുത്തെങ്കിൽ അവന് കുറച്ച് സമയം അടങ്ങിയിട്ടെല്ലാം ഇരിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞമ്മ മുണ്ടിയിട്ട് ഇപ്പോൾ എടുത്തേക്ക് എത്തിച്ചാൽ കണ്ണൂരേക്ക് എത്തിയിട്ടാ. കണ്ണൂരെത്തിയിട്ടാകുമ്പോൾ ഉണ്ട് ആൾക്കാർ മൊത്തം ട്രെയിനിന് കഴിഞ്ഞ് എൻ്റെ ബോഗിയിൽ ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ മാത്രമോ, ബാക്കിയുള്ള എല്ലാവരും കഴിഞ്ഞു. കാരണം അത് അടുത്ത സ്റ്റോപ്പ് കാസർഗോഡാണ്, അത്ര തന്നെയല്ല വന്ദേ ഭാരതിന് സ്റ്റോപ്പുള്ളത്. അത് കണ്ണൂർ കഴിഞ്ഞിട്ടായിട്ടാണ് എനിക്ക് ലഞ്ച് കൊണ്ട് തന്നിട്ടുണ്ടായത്. ഉച്ചക്കത്ത് വന്ദേ ഭാരതിലായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഈ കണ്ണൂർ കഴിഞ്ഞെങ്കിലുള്ള സീനില്ല ഒന്നും കൂടി ഭയങ്കര രസമാണ്. നിങ്ങൾ പറയും അത് എനിക്ക് കാസർഗോഡ് ഇഷ്ടമുള്ളത് കൊണ്ടെന്ന്. പക്ഷെ അല്ല, നിങ്ങൾ എല്ലാവരും ഒന്ന് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. പിന്നെ അടുത്തൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, എല്ലാവരും ഞാനിങ്ങനെ അത്ര ദൂരം മംഗലം കഴിഞ്ഞ് ചെയ്യുന്നത് ഈ ഒരു റീസണാണ്. എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാട്ടോ, അത് ഈ ട്രെയിനിലുള്ള യാത്ര. അത് പ്രണയിച്ചിട്ട് ഞാൻ കോഴിക്കോട് വരെ മംഗലം കഴിയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിട്ട് പിന്നെന്ത് പറയണ്ട, അള്ളാൻ്റെ കഥ. ഇത് പെർഫെക്റ്റ്ലി അറേഞ്ച്ഡ് മാരേജ് തന്നെ കേട്ടോ, ഒരു ഡൗട്ടും വേണ്ട. പക്ക അറേഞ്ച് ആയിട്ടുള്ള മാരേജ് ആയിരുന്നു ഞങ്ങളത്. അങ്ങനെ അള്ളാൻ്റെ കഥ കൊണ്ടാണ് ഞാൻ തൃശ്ശൂർ ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ പള്ളിക്കരയിൽ എത്താനായിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ സത്യമല്ലേ, നിങ്ങൾ ഒന്നും കൂടി ഒന്ന് നോക്കണം കേട്ടോ. കേരളത്തിൽ നിന്ന് വരുന്ന സമയത്ത് കണ്ണൂർ കഴിഞ്ഞാൽ കണ്ണൂരിൻ്റെ ചെറിയൊരു ഭാഗം മുതൽ, കണ്ണൂർ കഴിഞ്ഞിട്ടുള്ള ഭാഗം മുതൽ കാസർഗോഡ് വരെ ഭയങ്കരത്തിൽ ഈ വായിലും ബ്യൂട്ടി ഭയങ്കരത്തിലുണ്ട് കേട്ടോ. അത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. ബാക്കിൻ്റെ അടുത്ത് ഇല്ല എന്നല്ല, എന്നാൽ കുറച്ചും കൂടി കൂടുതലുള്ളത് ഇങ്ങോട്ടും തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നൊന്ന് എന്നോട് പറയാൻ കേട്ടോ. അപ്പം ഇതാണ്. അപ്പം നിങ്ങൾക്ക് എത്ര ആക്കി എന്നെ പോലെ തന്നെ ട്രെയിനിൽ പോകാൻ ഇഷ്ടമുണ്ട്. ഇനി നമ്മൾ കാസർഗോഡാണ്, നമുക്ക് ഈ ഒരു അണ്ടർ ടണൽ വരുന്നില്ല, ഒരു ഇരുട്ട് റൂം. ആടത്തേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഏകദേശം മനസ്സിലാക്കൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് എത്താനായി. ഇങ്ങനെയെല്ലാം പണ്ട് കോളേജിൽ പോകുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളും അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നോട് കമൻറ്റിൽ പറയാൻ കേട്ടോ, എത്ര ആൾക്കാർ ഇങ്ങനെയെല്ലാം വിചാരിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അടുത്ത സൂചന, നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുന്നു എന്ന് തോന്നാറുള്ള വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചാൽ, നമ്മളെ കലങ്കര പാലം. കലങ്കര ഈ ഹാർബറും പാലും ഇതെപ്പോൾ എൻ്റെ മനസ്സിൽ എന്ത് പറയുന്നത്, ദുബായിൽ പോയെങ്കിൽ ഇത് കാണുന്നില്ലേ, അപ്പം ഇങ്ങനെ മനസ്സിൽ കരച്ചിൽ വരുന്നൊരു സംഭവമാട്ടെ ഇത്. എൻ്റെ നാടല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനങ്ങനെ കാസർഗോഡേക്ക് എത്തി. ബൈ.